ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തു വെച്ച അതായത് വൈകുന്നേരം ഒരു 7-7:30 ആയപ്പോൾ ചെയ്തു വെച്ച വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകാം. ഇന്ന് ലാസ്റ്റ് 3 ഡോസസിൻ്റെ 7ാമത്തെ ഡോസാണ്. വലിയ കുഴപ്പമുണ്ടായില്ല. നമുക്ക് ഇന്നലെ എടുത്ത MRIയിൽ ഒരു 2 സെക്ഷൻ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എനിക്ക് ചെറിയ ചുമയുള്ളതുകൊണ്ട് അതിനിടയിൽ നമ്മൾ ചുമച്ച് പോയപ്പോൾ അതൊന്ന് ഷേക്കായിട്ടുണ്ടായി. അപ്പോൾ രാവിലെ ഒരു 7:30 MRI എടുക്കാൻ വേണ്ടി കയറ്റി. പിന്നെ അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നേരത്തെ ഇട്ട് തുടങ്ങുന്നതാണ് ഓർത്തത്. പക്ഷേ എന്ത് ചെയ്താൽ വെയിൻ കിട്ടുന്നുണ്ടായില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ കുത്തിയായിരുന്നു. വെയിൻ കിട്ടാത്തതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ നിൽക്കണമായിരുന്നു. ചേച്ചിമാർ വന്നു, ഒരു 5 കുത്തിൽ വെയിൻ കിട്ടി. ഇന്നലെ അതൊരു 10 കുത്തിനടുത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് മൊത്തം ഇപ്പോൾ ഇങ്ങനെ ടൈ ചെയ്ത് കെട്ടിയിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും കുത്തിയിട്ടുള്ളതുകൊണ്ടായി നമുക്ക് ഭയങ്കര ബൾജിങ്ങും നീരും വേദനയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഗ്ലീസറിനും പിന്നെ വേറെ ഏതോ മരുന്നുകൾ ഹെപ്പാരിനൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ടൈ ചെയ്ത് കെട്ടിയിരിക്കുകയാണ് വേദന കുറയാൻ വേണ്ടി. ഈ റൈറ്റ് ഹാൻഡിലാണ് ഇന്ന് ഇൻഫ്യൂഷൻ ഇട്ടിരിക്കുന്നത്. അതേ 100%-ായി. അപ്പോൾ ഇപ്പോൾ തന്നെ തീരും. ഇപ്പോൾ തന്നെ അലാറം അടിക്കും. ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഇൻഫ്യൂഷൻ എടുത്ത് കയറുന്നതോറും നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. അതെന്താണെന്നറിയില്ല. റൂമിൽ കിടന്നിട്ട് ഞാൻ കണ്ണടച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടായിരുന്നു ഫുൾ ഉറക്കം ഇന്ന്. രാവിലെ MRI കഴിഞ്ഞ് വന്ന് സോളിമെട്രോ കയറ്റിയപ്പോൾ ഒന്ന് ഉറങ്ങി, അവൽ കയറ്റിയപ്പോൾ ഒന്ന് ഉറങ്ങി. പിന്നെ ഇത് കയറ്റി തുടങ്ങിയപ്പോൾ ഉറങ്ങി. രാവിലത്തെ ഫുഡ് കഴിച്ചപ്പോൾ ഏകദേശം ഒരു 10:45. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ ഒരു 2:30 കഴിഞ്ഞു. ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പോഴും അതെ, അങ്ങനെ കണ്ണ് ഒന്നും ശരിയായിട്ടില്ല. വലിയ കുഴപ്പമില്ലാട്ടോ. ഇന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഞാൻ പേടിച്ചിട്ട് ഇനി ഇതെങ്ങാനും ഔട്ടായി കഴിഞ്ഞാൽ പണിയാവല്ലോ എന്ന് ഓർത്ത് കൈ അനക്കിയിട്ടില്ല, വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നാളത്തേക്ക് ഇത് നിൽക്കുമെന്ന് എനിക്കറിയില്ല. ചെറിയ വേദന അവിടെ ഇത് കണ്ടോ, ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ പോയിരിക്കുന്നതേ അവർ ഡേറ്റ് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെയാണ് നീഡിൽ എൻഡ് വന്നത്. അപ്പോൾ എൻഡിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് പെയിൻ ഉണ്ടാവും. അതാണ് പ്രശ്നം. അവിടെ വെച്ചിട്ട് ബൾജ് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇതുവരെ. ഒന്ന് എത്തി തീരണമല്ലോ. ഇതെങ്ങാനും പിന്നെ ഔട്ടായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുത്താൻ വയ്യ. അത്രയും കുത്തി കൂട്ടി. അപ്പോൾ കുഴപ്പമില്ലാണ്ടെല്ലാം തീർന്നു. നല്ല ക്ഷീണം വന്നു തുടങ്ങി. മെഡിസിൻ്റെ ക്ഷീണം വന്നു തുടങ്ങുന്ന ഒരു 2 ദിവസം നാളത്തെ കൊണ്ട് പൂർത്തിയാവും. അപ്പോൾ ഡോക്ടറിൽ നിന്ന് വന്ന് കണ്ടപ്പോൾ പറഞ്ഞത് നമുക്ക് ഇല്ലാത്ത 2 മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു, ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അതേപോലെ നാളെ എടുത്ത് നേരത്തെ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ പെട്ടെന്ന് തീർന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് തീരാമെന്നറിയില്ല. ഇതേപോലെ വെയിനൊക്കെ കിട്ടി ഓക്കെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് തീരുമായിരിക്കും. എന്നാലും ഇത് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ഒരു തുള്ളി റിയാക്ഷൻ്റെ മേലെ ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി തന്നെ പറയണം, പ്രാർത്ഥിച്ചവർക്ക് നന്ദി തന്നെ പറയണം. സത്യമായിട്ട് ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, ഈ പ്രാവശ്യം ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും. ഇൻഫെക്ഷൻ എടുക്കുന്ന ലാസ്റ്റ് 3 ഡോസസ് ഇന്ന റിസ്ക്കുകളുണ്ട്. നമ്മുടെ അടുത്ത് ഞാൻ കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് അവർ നമ്മളായിട്ടാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയായിരുന്നു. കാരണം കഴിഞ്ഞ ലാസ്റ്റ് 5 ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ആ ബുദ്ധിമുട്ട് തന്നെ പിന്നെയും ഉണ്ടാവുമോ, എന്തെങ്കിലും പറ്റിപ്പോവോ, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര അത്ഭുതമാണ്. ഇത് ഒരു കുരു പോലും അങ്ങനെ മുഖത്ത് വന്നില്ലെന്നുള്ളതാണ് ഭയങ്കര അത്ഭുതം. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. നല്ല രീതിയിൽ പേടിച്ചാൽ വന്നത്. എനിക്ക് 5 ദിവസം ഒരു കുരു പേടി ഉണ്ടായില്ല. ഇത് നല്ല പേടിയായിരുന്നു. നന്നായിട്ട് തന്നെ പോട്ടെ. നാളെ ഇതേപോലെ തന്നെ പോകാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. സ്റ്റോപ്പായ സമയം എന്ന് പറഞ്ഞാൽ സൂചി ഊരിയ ആ സെക്കൻഡ് പൊങ്ങി. എങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം? ബോഡി ഫുള്ള് റാഷസായി, നല്ലോണം റാഷ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇത് സ്വാഭാവികമാണ്. ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. ഇനി മുഖം കുറച്ച് കഴിയുമ്പോൾ സോക്കും. അപ്പോൾ ഇനി നാളെ ശരിക്കും ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ തന്നെ വിടാൻ പറഞ്ഞായിരുന്നു. നാളെ ഇനി ഞാൻ പോരുന്നില്ല, കാരണം ഇതുപോലെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ശനിയാഴ്ച തന്നെ ഡിസ്ചാർജ് വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും പ്രാർത്ഥിക്കുമ്പോൾ പുറത്തേക്ക് ഈ റിയാക്ഷൻ കൂടിയാലും കൊള്ളില്ല, കുറച്ചൊക്കെ ഒന്നും കുഴപ്പമില്ല. സാച്ചുറേഷൻ എല്ലാം കറക്റ്റാണ് ഞാനിപ്പോൾ നോക്കിപ്പിച്ചപ്പോൾ. കഴിഞ്ഞ തവണ ഇതുപോലെ സാച്ചുറേഷൻ കുറച്ച് കുറഞ്ഞു പോയതാണ്. അപ്പോൾ സാച്ചുറേഷൻ കുഴപ്പമില്ല. നാളെ ഇനി എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് ചോദിക്കണം. ഇതുപോലെ റിയാക്ഷൻ വരുമ്പോൾ എനിക്ക് ഈ ഇഞ്ചക്ഷൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ആവിലെന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ തരുമായിരുന്നു, ഇതിപ്പോൾ ഒരുപാട് റാഷസ് വരാതിരിക്കാൻ വേണ്ടി. നാളെ ഇനി വികറസി ആണോ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഇന്നുണ്ടായ വേറൊരു പ്രത്യേകത, ഇന്ന് ഒറ്റ ക്യാനിലയിലാണ് ഇന്ന് രാവിലെ മുതൽ മെഡിസിൻ കയറിയത്. ഞാൻ ക്യാനിൽ അനക്കാതെ ഇങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന വെച്ച് അപ്പോൾ ഒറ്റ ക്യാനിലേ തന്നെയാണ് ഫുള്ള് മെഡിസിൻ കയറിയത്. അതിൻ്റെയും ഉണ്ടാവും. ഇന്നലെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 12 കുത്തൂത്തി, 12 കുത്തും മാറി 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 ക്യാനിൽ മാറി മാറി മാറിയാണ് മരുന്ന് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. മാറി മാറി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 5 ക്യാനിൽ മാറിയപ്പോഴെങ്കിലും മരുന്ന് കയറിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവണമായിരിക്കണം. ഇന്നലെ കേരളത്തിൻ്റെ എഫിഷ്യൻസി ഉണ്ടല്ലോ മരുന്നിന്, ഇത് ഒറ്റ ക്യാനിലയിൽ ഫുള്ള് മെഡിസിൻ കയറി. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ട്, ഉണ്ടാവുമായിരിക്കും. കുഴപ്പമില്ല. എല്ലാവരും പ്രാർത്ഥിച്ചേക്ക്.